ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും രജി സതി അബി ബ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു വാട്ട ഈറ്റിനിടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ 2-3 ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാവുന്ന 2-3 സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇത് ഡെയിലി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടുവിടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കേട്ടോ. അങ്ങനെയാണ് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പം നമുക്ക് കാലത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. കൂടെ തന്നെ കഴിക്കുക സാമ്പാറുണ്ട്. അപ്പോൾ ഇത് സാധാ സാമ്പാറല്ല, കോവയ്ക്ക സാമ്പാറാണ് കേട്ടോ. കോവയ്ക്ക സാമ്പാർ എന്ന് വെച്ചാൽ കൂടുതൽ മലക്കറിയൊന്നും അതിലില്ല. നമുക്ക് ചേമ്പുകായും കോവയ്ക്ക, വെള്ളരിക്ക, പിന്നെ കൈക്കിട്ടുകാർ 2 ആമരയ്ക്ക ഉണ്ടായിരുന്നു. ഇത്രയും ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇഡ്ഡലി സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ 2 ഇഡ്ഡലി കൂടുതൽ കഴിക്കാറില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ നമുക്ക് ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കും. പിന്നെ കാപ്പിയിലൂടെയും ചായ കുടിക്കും കേട്ടോ. നമുക്ക് ഇന്നത്തെ ഫ്രൂട്ട്സ് വാട്ടർമെലനാണ്. ഡെയിലി ഓരോ ഫ്രൂട്ട്സ് കാണും കേട്ടോ. കാരണം അബിക്കുട്ടൻ അങ്ങനെ ഫുഡൊന്നും കൂടുതൽ കഴിക്കാറില്ല. അവന് ഫ്രൂട്ട്സ് തന്നെ മടിച്ചാണ് കഴിക്കുന്നത്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സിൽ മാതളമാണ് കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് മേടിച്ച് വെക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് രണ്ടാമത് ഇഷ്ടം അവന് ആപ്പിളാണ് കേട്ടോ. പിന്നെ വാട്ടർമെലനൊക്കെ ആണെങ്കിൽ ജ്യൂസ് അടിച്ചു കൊടുത്താൽ മാത്രമേ അവൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ ചൂടായതുകൊണ്ട് സൈഷേട്ടൻ വാട്ടർമെലൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ വാട്ടർമെലൻ ഞാൻ കട്ട് ചെയ്ത് തിന്നിട്ട് അബിക്കുട്ടനോട് ചോദിച്ചു. അപ്പോൾ അവനക്ക് ജ്യൂസായിട്ട് മതിയെന്ന് പറഞ്ഞു. കാരണം അവന് വാട്ടർമെലൻ അങ്ങനെ കഴിക്കുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ അബിക്കുട്ടന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഡെയിലി ഫ്രൂട്ട്സ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് അവനൊക്കെ കൊടുക്കും. അപ്പോൾ ഞാനും കഴിക്കും. പിന്നെ അങ്കൻവാടിയിലൊക്കെ പോകുന്ന ദിവസം വന്നിട്ട് അവന് കൊടുക്കും. അപ്പോൾ ഇപ്പം ഞാൻ വാട്ടർമെലൻ അവന് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആൾക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ വാട്ടർമെലൻ ജ്യൂസ് അടിച്ച് കൊടുത്തു. അവൻ ഒരു ഗ്ലാസ് നല്ലവണ്ണം കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മുളകാണ് കേട്ടോ. ഉണ്ടമുളകാണ്, നല്ല മണമുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ തന്നെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കയറി കാണണം, ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ ഈ മുളകിൽ 2 മുളക് ഞാൻ മീൻകറിയിലിട്ടു കേട്ടോ. നല്ല മണമാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ മീൻ കണ്ണൻകൊയ്യാളയാണ്. അപ്പോൾ 2 എണ്ണം 100 രൂപയാണ്. അപ്പോൾ 2 മീൻ തന്നെ എനിക്ക് സൈഷേട്ടന് ധാരാളമാണ്. പിന്നെ സൈഷേട്ടൻ 2 കഷ്ണം മീനങ്ങനെ കഴിക്കത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ അബിക്കുട്ടനും മീൻ അങ്ങനെ കുറച്ചേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കണ്ണൻകൊയ്യാള മീൻ കറി വെച്ചു. പിന്നെ രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു. നമുക്ക് പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ ചീരത്തോരനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈഷേട്ട് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പം ചോറ് കഴിക്കാൻ വരും. ചോറ് കഴിച്ചിട്ട് വീണ്ടും ജോലിക്ക് പോകും. അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ കിടന്ന് കരിയുമ്പോൾ കൊണ്ട് ഒരു കോലമായിരിക്കും കേട്ടോ. പിന്നെ സൈഷേട്ടൻ ചോറ് കഴിച്ച് പോയതിന് ശേഷം അബിക്കുട്ടനും ചോറ് കൊടുത്തതിന് ശേഷം ഒരു 1:30-2 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ചോറ് കഴിക്കുന്നത്. സൈഷേട്ടൻ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന വഴിക്ക് അബിക്കുട്ടൻ അങ്കൻവാടിയിൽ നിന്ന് വിളിച്ചിട്ട് വരും. അബിക്കുട്ടൻ വീട്ടിൽ വന്നാണ് ചോറ് കഴിക്കുന്നത് തന്നെ. അങ്കൻവാടി നമ്മൾ കഴിക്കാറില്ല. പിന്നെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചായ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനും അബിക്കുട്ടന് മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ. അപ്പോൾ ഇന്ന് 2 സൈസിലുള്ള ബിസ്ക്കറ്റാണ്, മിൽക്കി ബിക്കീസും പിന്നെ 50-50 ബിസ്ക്കറ്റും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു 4 മണിയൊക്കെ ആയപ്പം ചായ കുടിച്ചു. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ കുളിക്കും കേട്ടോ. ഞാനും കുളിച്ചു. അബിക്കുട്ടനെയും കുളിപ്പിച്ചിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് സൈഷേട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ സൈഷേട്ടനുള്ള ചായ ഞങ്ങൾ മാറ്റി വയ്ക്കും, പിന്നെ ചൂടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, പിസ്സ കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ സൈഷേട്ടനോട് പറഞ്ഞു എനിക്ക് പിസ്സ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സൈഷേട്ടൻ ഒരു 7:30 ആയപ്പോൾ ബൈക്ക് എടുത്തിട്ട് പോയി പിസ്സ മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ സംഭവം ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കഴിച്ചിട്ടില്ല, സത്യമായിട്ടും കഴിച്ചിട്ടില്ല. അപ്പോൾ ബേക്കറി കടയിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടില്ല നല്ല എന്തോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസിലൊക്കെ നിറയെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിസ്സ കഴിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്കൊരു കൊതി തോന്നി. അപ്പോൾ എനിക്കും പിസ്സ ഒന്ന് കഴിച്ച് നോക്കണം, എങ്ങനെയുണ്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടി കഴിച്ച് നോക്കണം എന്ന് വെച്ചിട്ട് ഒരു പിസ്സ മേടിച്ചു. പക്ഷേ അബിക്കുട്ടൻ എന്നെ ചയച്ചു കേട്ടോ. അവൻ കഴിക്കുന്നതേ ഇല്ല, കാരണം അവന് ആ ടേസ്റ്റ് പിടിച്ചില്ലാന്ന് തോന്നുന്നു. പിന്നെ അതിലുള്ള ചിക്കൻ പീസ് 2-3 എടുത്ത് അബിക്കുട്ടന് കൊടുത്തു. അവൻ അതും 2-3 പീസേ കഴിച്ചോളൂ. ബാക്കിയെല്ലാം കുത്തിയിരുന്ന് ഞാൻ കഴിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ സൈഷേട്ടൻ കുറച്ച് ഒരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു. ബാക്കി എല്ലാം ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു കേട്ടോ. ആ ഒരു പിസ്സ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ സൈഷേട്ടൻ സമൂസയും മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഒരു സമൂസയും ഞാൻ കഴിച്ചു. പിന്നെ എനിക്ക് ചോറ് വേണ്ടെന്നായി. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ സൈഷേട്ടനും അബിക്കുട്ടനും ചോറ് കഴിച്ചു കേട്ടോ. എനിക്ക് പിസ്സ തിന്നുകൊണ്ട് നല്ലവണ്ണം വയറ് നിറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചോറ് രാത്രി കഴിച്ചില്ല. മുമ്പ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ബേക്കറി കടയിലൊക്കെ കയറുമ്പോൾ ഞങ്ങൾ മുട്ട പപ്സും ചായയായിരുന്നു സ്ഥിരം കഴിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ പിസ്സയൊക്കെ അവിടെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല, സാധനം എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ.
സൈഷേട്ടൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല ചൂടോടെയാണ് മേടിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സൈഷേട്ടൻ പറഞ്ഞ് തണുക്കുന്നതിന് മുമ്പ് എടുത്ത് കഴിക്കാൻ. അപ്പോൾ ആ ചൂടോടെ തന്നെ ഞാൻ കഴിച്ചത്. സൈഷേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പിസ്സ കഴിക്കുന്നതെന്ന്. അപ്പോൾ സൈഷേട്ടൻ്റെ ഒരു പേടി, ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ വയറ്റിന് വല്ല കംപ്ലയിൻറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്പ്രൈറ്റ് കൂടെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അബിക്കുട്ടൻ സ്പ്രൈറ്റ് ഉണ്ട് വിടത്തില്ല, അതുകൊണ്ട് അബിക്കുട്ടൻ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ സ്പ്രൈറ്റ് കുടിച്ച് തീർത്തത്. പകുതി സൈഷേട്ടനും കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. ടാറ്റാ.